ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 2ാമത്തെ യൂണിറ്റിലെ ഫൂൽ എന്ന കവിതയാണ്. അതായത് 5ാമത്തെ പാഠഭാഗം. ഇത് എഴുതിയിട്ടുള്ളത് ഡോക്ടർ രാംദാസ് മിശ്രി എന്ന കവിയാണ്. ആദ്യം നമ്മൾക്ക് ഈ കവിതയുടെ ഉള്ളടക്കം മലയാളത്തിൽ പഠിക്കാം. ശേഷം അടുത്ത വീഡിയോയിൽ ഹിന്ദിയിലും പഠിക്കാം. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഹിന്ദി ആശയം പഠിക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്. ഓക്കെ, ആശയം 4 മാർക്കിനായിരിക്കും നമ്മൾക്ക് ഹിന്ദിയിൽ എക്സാമിന് ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും കവിത മനസ്സിലാക്കുക. 2ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട, അതായത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ്. നമ്മൾ മുമ്പ് പഠിച്ച ഗർ എന്ന പാഠഭാഗവും നേച്ചറുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ്. ഓക്കെ, ഇതിൽ കവി നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് നേച്ചറായിട്ടുള്ള ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻസുമാണ്, അതായത് പ്രകൃതിയുമായിട്ടുള്ള പ്രാധാന്യം. ഇതിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ പ്രകൃതിദത്തമായ വസ്തുക്കൾക്ക് പകരം കൃത്രിമമായിട്ടുള്ള, അതായത് ആർട്ടിഫിഷ്യലായിട്ടുള്ള വസ്തുക്കൾ കടന്നു വരുന്നു. എന്നാൽ ഈ വസ്തുക്കൾക്ക് പ്രകൃതിദത്തമായ വസ്തുക്കളിലുണ്ടാവുന്ന ആ ഒരു റിയാലിറ്റി ഉണ്ടാവില്ല. അത് നമ്മൾക്കറിയാമല്ലോ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾക്ക് പഠിക്കാനുള്ളത്. പ്രകൃതിദത്തമായ വസ്തുക്കൾക്ക്, അത് പൂവിനെ വെച്ച് പറയുകയാണെങ്കിലും അതിന് സ്മെല്ലുണ്ടാവും. പൂവിന് സ്മെല്ലുണ്ടാവും, നല്ല കളറ് അതും ഉണ്ടാവും. ഇതുപോലുള്ള കുറേ വിശേഷതകൾ നേച്ചുറലായിട്ടുള്ള പൂവിന് ഉണ്ടാവും. എന്നാൽ പ്ലാസ്റ്റിക് പൂക്കൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കവിതയിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾക്ക് കണ്ടുവരുന്നത് പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഒരു യുഗമാണ്. എല്ലാവരും എല്ലാ സൗകര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വസ്തുക്കൾ ഒന്നിനും അതിൻ്റേതായിട്ടുള്ള ഒറിജിനാലിറ്റി നമുക്ക് കാണാൻ കഴിയുന്നില്ല. എല്ലാം കൃത്രിമമായിട്ടുള്ള വസ്തുക്കളാണ് നമുക്ക് ഇന്ന് ഈ സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. അതൊക്കെ നമുക്ക് ഈ കവിതയിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഇവിടെ ഒരു ഫൂൽ എന്ന കവിതയിൽ കവി പറയുന്നത് എന്തെന്ന് നോക്കാം. കവി രാംദാസ് മിശ്രി പറയുകയാണ്, ഒരു ദിവസം കമ്പോളത്തിൽ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഉദ്യാനം ഞാൻ കണ്ടു. ഇത് ഭയങ്കര ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി വസന്തകാലമാകുന്നതിന് മുമ്പേ വസന്തം വന്നു എന്ന് എനിക്ക് തോന്നി ഇത് കണ്ടപ്പോൾ. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ഈ പൂക്കൾ ഉണ്ടാവാൻ മണ്ണ് വേണ്ട, തറ കിളച്ച് പരുവപ്പെടുത്തണ്ട, വളം വേണ്ട, കിളികളിൽ നിന്നും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, കാലാവസ്ഥ പ്രതീക്ഷിച്ചിരിക്കേണ്ടതും ഇല്ല. ഇങ്ങനെയൊന്നുമില്ലാതെ തിളങ്ങി നിൽക്കുന്ന പൂക്കൾ. ഇത് കണ്ട സമയം തന്നെ ഞാൻ എന്ത് ചെയ്തു? തൻ്റെ വീട്ടുമുറ്റത്ത് വിടർന്നു നിൽക്കുന്ന, അവിടെ വാടി നിൽക്കുന്ന ഈ പൂക്കളെയെല്ലാം എൻ്റെ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. ശേഷം വീട്ടിലെത്തി ആ പൂക്കളെയും ചെടികളെയൊക്കെ ഞാൻ എന്ത് ചെയ്തു? പിഴുതെറിയുകയും പകരം കമ്പോളത്തിൽ നിന്നും കിട്ടിയ തിളക്കമുള്ള ഉദ്യാനമൊരുക്കി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. വീട് മുഴുവൻ ഈ ഒരു നല്ല നിറമുള്ള ഭംഗിയുള്ള പൂക്കളാൽ നിറഞ്ഞു നിന്നു. കണ്ടാൽ നല്ല മനോഹരം. പക്ഷെ ഒന്നും സംഭവിച്ചു. ഒരു ദിവസം കാറ്റ് സുഗന്ധം ആവശ്യപ്പെട്ടു. ഞാൻ നിശബ്ദനായിരുന്നു. എനിക്ക് വേറൊന്നിനും കഴിഞ്ഞില്ല. ഞാൻ നിശബ്ദനായിരുന്നു. തേനീച്ചകൾ വന്നിട്ട് എന്നോട് തേൻ ആവശ്യപ്പെട്ടു. ഞാൻ ദുഃഖിച്ചു, നിശബ്ദനായിരുന്നു. ചിത്രശലഭങ്ങൾ കോമള സ്പർശം ആവശ്യപ്പെട്ടു. അപ്പോഴും ഞാൻ ദുഃഖിച്ചു, നിശബ്ദനായിരുന്നു. പോരാത്തതിന് തൻ്റെ പ്രിയപ്പെട്ട പത്നി തലയിൽ ചൂടാൻ പൂക്കളും ആവശ്യപ്പെട്ടു. ഞാൻ ദുഃഖിച്ചു, നിശബ്ദനായിരുന്നു. അമ്മ പൂജയ്ക്കായി പുഷ്പങ്ങൾ ആവശ്യപ്പെട്ടു. വിഷമം താങ്ങാനാവാതെ ഞാൻ നിശബ്ദനായിരുന്നു. എന്നാൽ കുഞ്ഞുങ്ങൾ തിരിച്ചറിയാനായി ഓരോരോ പൂക്കൾ ആവശ്യപ്പെട്ടു. പക്ഷെ എനിക്ക് നിശബ്ദനായിരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഹൃദയം വളരെ വളരെ വിലപിച്ചു. ഞാൻ ഓർത്തു, എന്തൊക്കെയാണ് ഞാൻ ചെയ്തു വെച്ചത്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പൂക്കൾ എന്താണെന്ന് തിരിച്ചറിയാനാകുന്നില്ലല്ലോ.
ഞാൻ മുറ്റത്ത് വളരെ മനോഹരമായി നിൽക്കുന്ന മുഴുവൻ പ്ലാസ്റ്റിക് പൂക്കളെയും എന്ത് ചെയ്തു, ഞാൻ അതൊക്കെ എടുത്ത് പിഴുതെറിഞ്ഞു. എന്നിട്ട് ഞാൻ കൂന്താലിയെടുത്ത് മണ്ണ് പാകപ്പെടുത്തി ചെടികൾ നടാൻ തുടങ്ങി. ഇത് കണ്ട് പ്രകൃതി സന്തോഷിച്ചു. അതായത് മണ്ണ് ചിരിച്ചു, കാറ്റ് ചിരിച്ചു. അതുപോലെ വെള്ളം കളകളനാദത്തിൽ ശബ്ദത്താൽ പാടാൻ തുടങ്ങി. ഓക്കെ, ഈ കവിതയിൽ നിന്ന് നമ്മൾക്ക് പ്രകൃതിദത്തമായ വസ്തുക്കളുടെ പ്രാധാന്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഫൂൽ എന്ന കവിത ഹിന്ദിയിൽ വായിച്ചിട്ട് ആശയം പഠിക്കണം. ആശയം 4 മാർക്കിനാണ് നമുക്ക് എക്സാമിനുണ്ടാവുക. നന്നായിട്ട് കവിത മനസ്സിലാക്കി വെച്ചല്ലോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.